ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് നല്ല ഒരുപാട് വെയിലൊക്കെ അടിച്ചിട്ട് വന്ന് നല്ല ഡള്ളായിട്ടിരിക്കുന്ന നമ്മുടെ ഫേസിനെയൊക്കെ ഒരു റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണിന് വേണ്ടി കോഫി പൗഡറാണ്, ഇത് കോഫി പൗഡറാണ് 1 ടീസ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ 1 ടീസ്പൂൺ കോഫി പൗഡർ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. അടുത്തതായിട്ട് നമ്മൾ തേയിലപ്പൊടിയാണത്, ചായപ്പൊടിയാണ്. ചായപ്പൊടിയും ഞാൻ ചായപ്പൊടി ഈ സ്പൂണിന് 2 ടീസ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ 2 ടീസ്പൂൺ ചായപ്പൊടിയും കൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ, ഈ കോഫി പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ്സിന് വേണ്ടിയിട്ട് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുക്കാം. നമ്മളിപ്പോൾ അര ഗ്ലാസ് വെള്ളം വെച്ചിരിക്കുന്നത് ഒരു 1/4 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ആക്കി എടുക്കണം. അതുവരേക്കും നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. തിളച്ച് നന്നായിട്ട് അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരു 1/4 ഗ്ലാസ്സിനും താഴെ ആയിട്ടുണ്ട് ആ വെള്ളം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആറുന്നത് വരേക്കും വെയിറ്റ് ചെയ്യുക. ആറിയതിന് ശേഷം നമുക്ക് ഒരു തുണിയിലോ മറ്റോ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒട്ടും ഇതിൻ്റെ കരടൊന്നും കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് തുണിയിൽ അരിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. നന്നായിട്ട് ആറിയിട്ടുണ്ട്. ആറിയത് ഇത് അരിച്ചെടുത്തു. ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കടുപ്പവും അതുപോലെ തന്നെ കോഫിയുടെ നല്ല ഒരു കളറും ഒക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫേസിന് ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം. ഇത്രയും കൂടി നമുക്ക് എടുക്കണമെന്നില്ല. ഞാനിപ്പോൾ അതിൽ നിന്നും കുറച്ചെടുക്കുന്നുണ്ട്. കുറച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് ഗോതമ്പ് പൊടിയാണ്. നമുക്ക് ഏത് ഗോതമ്പ് പൊടി വേണമെന്ന്, നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. അതാണെങ്കിൽ അത്, അല്ലെന്നുണ്ടെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിയാണെങ്കിലും വേണ്ടിയില്ല. അപ്പോൾ ഏതായാലും ഗോതമ്പ് പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് നമുക്ക് നല്ല ഫേസൊക്കെ നല്ലൊരു റീഫ്രഷ് ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ കൊണ്ടുണ്ടാകുന്ന ആ കരുവാളിപ്പൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ കോഫി പൗഡറും തേയിലയും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം ഇരിപ്പുണ്ട്. ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വേണ്ടി വരും. ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു കുഴമ്പ് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വെള്ളമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇരിക്കുന്നതായിരിക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ വേറെ മേക്കപ്പുകളൊന്നും തന്നെ ഇല്ല. മേക്കപ്പുകളൊന്നും ഉണ്ടാവരുത് നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. കോഫി പൗഡറൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫേസൊക്കെ നല്ലൊരു വൈറ്റനിങ് ആക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ചായയുടെ തേയിലപ്പൊടിയാണെങ്കിലും വളരെയധികം നല്ലതാണ്. ഫേസൊക്കെ നല്ല ക്ലീൻ ആവുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇത് കുറച്ചെടുത്തിട്ടുണ്ട്. കുറച്ചെടുത്തതിന് ശേഷം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് നല്ല കട്ടിക്ക് നമുക്ക് തേച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് ഒരുപാട് നമ്മൾ ലൂസാക്കാതിരുന്നത്. കണ്ണിൻ്റെ താഴ്വശമൊക്കെ തേച്ച് കൊടുക്കാം. കാരണം കണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന കറുപ്പൊക്കെ മാറുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം തേച്ചതിന് ശേഷം വരാം. ഇത് വളരെയധികം എഫക്റ്റീവാണ്. കാരണം കോഫി പൗഡറിൻ്റെ ഗുണവും അതുപോലെ തന്നെ തേയിലപ്പൊടിയുടെയും
അതുപോലെ ഏറ്റവും നല്ലതാണ് ഗോതമ്പ് പൊടി. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വളരെയധികം നല്ലതാണ്. ഗോതമ്പ് പൊടി തന്നെ നമുക്ക് റോസ് വാട്ടറിലോ അല്ലെങ്കിൽ തേനിലോ ഒക്കെ ചാലിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. കാരണം അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ഇതുപോലെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്ത് പാടുകളൊന്നും വരാതിരിക്കുന്നതിനും ടാൻ ഒന്നും അടിക്കാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും. ഇതിപ്പോൾ ഞാൻ നല്ല കട്ടിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് ഫേസിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. കാര്യം പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. കണ്ണൊക്കെ അടയാനൊക്കെ ഇച്ചിരി പാട് കണ്ടില്ലേ. പോളയ്ക്കൊക്കെ നല്ലൊരു ഇതുപോലെ ഇരിക്കുന്നു. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വേണം നമുക്ക് കഴുകി കളയാനായിട്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ കൈയൊന്ന് തുടയ്ക്കണം. കാരണം ഒരു കാരണവശാലും നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫേസ് അതേ രീതിയിൽ തന്നെ നമ്മൾ മസാജ് ചെയ്യരുത്. കാരണം അത് ആ സമയത്ത് മസാജ് ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന നമ്മുടെ പാക്ക് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിന് മുറിവൊക്കെ പറ്റുന്നതിനും അതുപോലെ തന്നെ ചെറിയ രീതിയിലൊന്ന് ഒരയാനും ഒക്കെ കാരണമാകും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ മസാജ് ചെയ്യരുത്. എപ്പോഴും വെള്ളത്തിലൊന്ന് കൈയിട്ട് നനച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് മുഖത്തെല്ലാം ഒന്ന് വെള്ളമയമാക്കി കൊടുക്കണം. നനവ് ഫീലാവണം. അതിന് ശേഷം മാത്രമേ നമ്മൾ മസാജ് ചെയ്യാവൂ. കഴുത്തിലും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കഴുത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ ഇപ്പോൾ എപ്പോഴായാലും ഇതുപോലെ മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യുക. അതിന് ശേഷം ഇതേപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. കണ്ണിൻ്റെ അടിയിൽ മസാജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ വിരൽ കൊണ്ട് തന്നെ ആയിരിക്കണം. ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്ക് നമ്മളിതുപോലെ കണ്ണിൻ്റെ അടിയിൽ മസാജ് ചെയ്യരുത്. നന്നായിട്ട് അവിടെ ഒന്ന് നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പാക്ക് മസാജ് ചെയ്യാവൂ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തുടച്ച് കളയാം. നോക്ക് എന്തൊരു നല്ല മാറ്റം ഉണ്ടെന്ന് നോക്ക്. ഒരുപാട് നല്ല മാറ്റമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയുടെ തന്നെ ആ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. പിന്നെ മാത്രമല്ല കോഫി പൗഡർ എന്ന് പറയുന്നത് നമുക്കറിയാം മുഖം വൈറ്റനിങ് ആക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. നല്ലൊരു നിറം കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് കോഫി പൗഡർ. ഇത് രണ്ടും കൂടിയൊക്കെ ആയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തേയിലപ്പൊടിയും കൂടി ആയപ്പോൾ വളരെ നല്ലൊരു മാറ്റമുണ്ട്. കണ്ടോ എന്തൊരു നല്ല മാറ്റം ഉണ്ടെന്ന് നോക്കൂ. വളരെ നല്ലൊരു മാറ്റമാണ്. ഇനിയിപ്പോൾ ഞാൻ മുഖമെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം വരാം. നമ്മൾ ഫേസെല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ്. കണ്ടോ എന്തൊരു നല്ലൊരു മാറ്റമാണെന്ന് നോക്കൂ. ഇതാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കണമെന്നില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് എല്ലാ ആഴ്ചയിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ പാടുകളൊക്കെ അങ്ങ് മാറുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് ഫേസൊക്കെ അങ്ങ് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറുന്നതിനും ഒക്കെ വളരെയധികം നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനി മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.